എല്ലാ സുഹൃത്തുക്കളും ലൈഫ് വിഷൻ ടോപ്പ് സ്റ്റാറിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഞാൻ GK തുമ്പക്കാരൻ. നാം ഏതെങ്കിലും ഒരു ലക്ഷ്യത്തിലേക്ക് എത്താൻ ആരംഭിക്കുന്നെങ്കിൽ അറിയേണ്ട പ്രധാന കാരണം, നിങ്ങളുടെ ലക്ഷ്യത്തെക്കുറിച്ച് ഒരിക്കലും മറ്റൊരാളോട് തുറന്ന് പറയരുത്. കാരണം നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളുടെ ലക്ഷ്യങ്ങളെക്കുറിച്ച് ഏത് രീതിയിലാണ് അവർ വിലയിരുത്തുന്നതെന്ന് നമുക്ക് അറിയില്ല. അപ്പോൾ കഴിവതും അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങളുടെ ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നത് വരെ പറയാതിരിക്കുക. അത് ഏറ്റവും സുരക്ഷിതമായിരിക്കും. അതിലുപരി നാം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ധനപരമായ കാര്യങ്ങളായിരിക്കണം. കഷ്ടപ്പെട്ട് നാം സ്വരൂപിക്കുന്ന ധനം വളരെ ആലോചിച്ചായിരിക്കണം നാം ചിലവഴിക്കേണ്ടത്. നമുക്കാകെ ചെയ്യാമെന്നുള്ള ഒരു കാര്യം ചിലവുകളെ നിയന്ത്രിക്കുക എന്നതാണ്. കാരണം അത്യാവശ്യ ഘട്ടങ്ങൾ എപ്പോൾ എങ്ങനെ ഏത് രീതിയിൽ കടന്നു വരുമെന്ന് നമുക്ക് അറിയില്ല. അപ്പോൾ അതിനെ എല്ലാം അതിജീവിക്കണമെങ്കിൽ നമുക്ക് ആവശ്യം ധനമാണ്. അതിനായി നാം ചെയ്യേണ്ടത് എപ്പോഴും നമ്മുടെ ആവശ്യങ്ങളെ കുറയ്ക്കുകയും കുറച്ചെങ്കിലും ധനം അതിൽ നിന്ന് മിച്ചം പിടിച്ച് മാറ്റിവെക്കുക. അത് നിങ്ങളുടെ ആവശ്യ സമയത്തിന് ഉപയോഗിക്കേണ്ടതാണ്. ഇനി ചെയ്യുന്ന നമ്മൾ പ്രവൃത്തികൾ വിപുലീകരിക്കണം, നല്ല രീതിയിൽ ഭംഗിയായി ചെയ്യണം, എല്ലാം വളരെ കറക്റ്റായിരിക്കണം, അട്രാക്ഷനായിരിക്കണം എന്നൊക്കെ നാം വിചാരിച്ച് സമയം പാഴാക്കരുത്. ഉള്ള സമയം മാക്സിമം അധ്വാനിക്കുക. നിങ്ങളുടെ ലക്ഷ്യം എത്തിച്ചേരണമെങ്കിൽ ഏറ്റവും ആവശ്യം നിങ്ങളുടെ കഠിന അധ്വാനമാണ്. അല്ലാതെ സമയം വരുമ്പോൾ നമുക്ക് വർക്ക് ചെയ്യാം. അതിനുവേണ്ടി ഒരിക്കലും കാത്തിരിക്കാതിരിക്കുക. സുഹൃത്തുക്കളെ, ഇന്ന് കിട്ടുന്ന ദിവസം ഒരുപക്ഷെ നമുക്ക് നാളെ കിട്ടിയെന്നും വരില്ല. ആയതിനാൽ കിട്ടുന്ന സമയം മാക്സിമം ദുഃഖങ്ങൾ ഉണ്ടാണെങ്കിൽ തന്നെയും സന്തോഷമാണ് ഇന്നത്തെ ദിവസം എന്ന് കരുതി മുമ്പോട്ട് പോവുക. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്. ആവശ്യമില്ലാതെ ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയും അതിൻ്റെ സക്സസ് ആകുന്നവരേക്കും അതീവ രഹസ്യമായി സൂക്ഷിക്കുക. അത് വിജയത്തിലേക്കുള്ള ഒരു മാർഗനിർദ്ദേശമാണ്. സന്തോഷത്തോടെ നേരുന്ന ഈ സുപ്രഭാതവും പകലും ത്രിസന്ധ്യയും. ഒപ്പം ഇന്ന് ലോകമെമ്പാടും പിറന്നാൾ ആഘോഷിക്കുന്ന എല്ലാവർക്കും അവരുടെ നല്ല നാളേക്കും നല്ലൊരു ദിവസവുമായി കിട്ടാൻ വേണ്ടി നമുക്ക് എല്ലാവർക്കും ഈശ്വരനോട് ഒരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. ഈ പ്രഭാത സന്ദേശങ്ങൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെടുന്നവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കില്ല എന്ന് ചിന്തിച്ചോട്ടെ. കാണാം വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ശുഭദിനം നേരുന്നു. താങ്ക് യു. ഒപ്പം ഒരു പ്രത്യേക കാരണം, ഇന്ന് നമുക്കറിയാൻ പറ്റും, ഇന്ന് 4-ാം തീയതിയാണ് ഇലക്ഷൻ റിസൾട്ട്. കേരളത്തിൽ എല്ലാവരും വളരെ ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒന്നാണ് ഇലക്ഷൻ ന്യൂസ്. നാം വിജയിക്കുന്നവരെ അനുമോദിക്കുന്നതിനോടൊപ്പം തോറ്റവരെയും നമ്മൾ അനുമോദിക്കണം. കാരണം അവരിൽ കൂടിയാണ് ഇവർ ജയം കണ്ടത്, ജയിച്ചവർ. അപ്പോൾ തോറ്റവരും ആ ജയത്തിൻ്റെ ഒരു ഭാഗം അവർക്കും സ്വന്തമാണെന്ന് കൂടി നാം കരുതിയിരിക്കുന്നത് നന്നായിരിക്കും. കാണാം വീണ്ടും മറ്റൊരു വീഡിയോ. താങ്ക് യു.